വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രെഡറിക് ഫ്രോബൽ ഒരു ജർമ്മൻ എഡ്യൂക്കേറ്റർ ആയിരുന്നു. നമുക്കറിയാം കിൻഡർഗാർട്ടൻ എന്ന് പറയുന്ന ഐഡിയ ഫ്രോബൽ കൊണ്ടുവന്ന ഐഡിയ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് പ്ലേ ആണ്. പ്ലേയുടെ ഇമ്പോർട്ടൻസ്, അതായത് കളികളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികൾ സന്തോഷത്തോടെ ജോയ്, ഫ്രീഡം, ക്രിയേറ്റിവിറ്റി ആൻഡ് സോഷ്യൽ സ്കിൽസ്, ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് പ്ലേയിലൂടെ കിട്ടും. പിന്നെ സെൽഫ് ആക്ടിവിറ്റി, സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് സ്വന്തമായിട്ട് പഠിക്കുക. ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ആസ് എ ഗൈഡാണ്. ടീച്ചർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ മാത്രമായിട്ട് നിൽക്കുക. പിന്നെ ഓരോ കുട്ടിയുടെയും അതുപോലെ തന്നെ ടീച്ചറിൻ്റെ റോളാണ് ഓരോ കുട്ടിയുടെയും കഴിവുകൾ, ടാലൻസ് ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളത് ടീച്ചറിൻ്റെ ഫങ്ഷനിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ കിൻഡർഗാർട്ടൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് 1837 ഫസ്റ്റ് കിൻഡർഗാർട്ടൻ. ചിൽഡ്രൻസ് ഗാർഡൻ എന്നാണ് കിൻഡർഗാർട്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ഇത്രയേ ഉള്ളൂ. ചൈൽഡ് സെൻറ്റേർഡ് എൻവയോൺമെൻറ്റ് യൂസിങ് പ്ലേ, അതാണ് കിൻഡർഗാർട്ടൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലേയും സോങ്സും സ്റ്റോറീസും ക്രിയേറ്റീവ് ആക്ടിവിറ്റീസും ഒക്കെ നിറഞ്ഞ ഒരു ചൈൽഡ് സെൻറ്റേർഡ് എൻവയോൺമെൻറ്റ്, ഇതാണ് കിൻഡർഗാർട്ടൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ കുട്ടികളുടെ ഫിസിക്കൽ, സെൻസറി, ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് കിൻഡർഗാർട്ടൻ നടക്കുന്നത്. പിന്നെ ഫ്രോബലിൻ്റെ എഡ്യൂക്കേഷണൽ മെത്തേഡിൻ്റെ സെൻട്രൽ ഫിലോസഫി എന്ന് പറയുന്നതും സെൽഫ് ആക്ടിവിറ്റിയും പ്ലേയും അതുപോലെ ക്രിയേറ്റീവ് എക്സ്പ്രഷനും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് ഫ്രോബലിൻ്റെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്. ഫ്രോബലിൻ്റെ ഫിലോസഫീസിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രോബലിൻ്റെ ഒന്നാമത്തെ ഫ്രോബൽസ് ഗിഫ്റ്റ്സ് എന്നറിയപ്പെടും. ഫ്രോബലിൻ്റെ സംഭാവനകൾ എന്ന് വെച്ചാൽ ഫ്രോബലിൻ്റെ ഗിഫ്റ്റുകളാണ്. അതായത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് ടോയ്സ് ആണ്. എഡ്യൂക്കേഷണൽ ടോയ്സ്, ബ്ലോക്സ്, ജോമെട്രിക് ബ്ലോക്സ്, പാറ്റേൺ ബ്ലോക്സ്, അതിലൂടെ ഷേപ്പ്, കളർ, പാറ്റേൺസ് ഒക്കെ കുട്ടികൾ പഠിക്കും. ഹാൻഡ്സ് ഓൺ പ്ലേ ആണ്. സ്വന്തമായിട്ട് ചെയ്ത് ബ്ലോക്കുകളൊക്കെ സ്വന്തമായിട്ട് എടുക്കി അറേഞ്ച് ചെയ്യുന്നു. കോഗ്നിറ്റീവ് സ്കിൽസും മോട്ടോർ സ്കിൽസും അങ്ങനെ ഉണ്ടാകുന്നു. അത് പ്ലേ ആണ്. പ്ലേഫുൾ വേയിലൂടെയാണ് ഇത് അടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു കളി കളിക്കുന്ന പോലെയാണ് അവർ ചെയ്യുന്നത്. രണ്ടാമത്തത് ഒക്കുപേഷൻസ് ആണ്. ഒക്കുപേഷൻസ് കുട്ടികളെ കുറച്ച് ജോലികളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. വീവിങ്, ഡ്രോയിങ്, ഫോൾഡിങ്, ബിൽഡിങ്, ബ്ലോക്ക്, അതൊക്കെയാണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ടാകും. ഫിംഗേഴ്സ് ഒക്കെ അവർക്ക് ബാലൻസ്ഡ് ആകും. ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ ഉണ്ടാകും. പേഷ്യൻസ്, ക്ഷമ ഉണ്ടാകും. ചിലപ്പോഴൊക്കെ ബ്ലോക്സ് അടുക്കി വെക്കുമ്പോൾ അത് തകർന്ന് വീഴുകയും വീണ്ടും അടുക്കുകയും ചെയ്യുന്നതിലൂടെ പേഷ്യൻസ് ഉണ്ടാകുന്നു. ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നു. പല രീതിയിൽ ബ്ലോക്കുകൾ അടുക്കി അവർ ഷേപ്പുകൾ ഉണ്ടാക്കുന്നത് ക്രിയേറ്റിവിറ്റിയുടെ സൂചനയാണ്. പിന്നെ ഫ്രീ പ്ലേ വിത്ത് പർപ്പസ്ഫുൾ ലേണിംഗ്, അത് പ്ലേ വിത്ത് ലേണിംഗ്, അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പോൾ മാത്രമല്ല എഡ്യൂക്കേഷനെ റിയൽ വേൾഡ് ടാസ്കുകളുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്നു. ഇതാണ് ഒക്യുപ്പേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ്. മൂന്നാമത് പറയുന്നത് കരിക്കുലം ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കരിക്കുലത്തിനെ കുറിച്ച് പറയാൻ സെൽഫ് എക്സ്പ്രഷൻ ആക്ടിവിറ്റീസ് ഉള്ള കരിക്കുലമാണ് ഫ്രോബൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. മാനുവൽ വർക്ക്, നേച്ചർ എക്സ്പ്ലോറേഷൻ, മാത്സ്, ലാംഗ്വേജ്, ആർട്സ്, ഇത്രയുമാണ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. റിയൽ വേൾഡ് എക്സ്പീരിയൻസസ് ഇതിൽ ഓരോന്നിനും ഉൾപ്പെടുത്തി കൊടുക്കണം എന്ന് ഫ്രോബൽ പറയുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് എഡ്യൂക്കേഷൻ ഓഫ് വുമൺ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം. കൊച്ചു കുട്ടികളെ, വുമൺ എസ്പെഷ്യലി സ്യൂട്ടഡ് ടു ടീച്ച് യങ് ചിൽഡ്രൻ, ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളെ KG പഠിപ്പിക്കുന്ന സ്ത്രീകളായിരിക്കും. അപ്പം സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷന് ലീഡ് ചെയ്യാനായിട്ട് സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് സോഷ്യൽ ഡെവലപ്മെൻറ്റിലേക്കും സൊസൈറ്റൽ ഇമ്പ്രൂവ്മെൻറ്റിലേക്കും വിമൺ എംപവർമെൻറ്റിലേക്കും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അഞ്ചാമത് ഫ്രീഡം ആൻഡ് ക്രിയേറ്റിവിറ്റി. കുട്ടികൾ സ്വാതന്ത്ര്യമായിട്ട് പഠിക്കണം, ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യണം. അതുപോലെ എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചാൽ സെൽഫ് ഡയറക്റ്റഡ് എക്സ്പ്ലോറേഷൻ വേണം. എന്ന് വെച്ചാൽ അവർ നമ്മൾ നേച്ചറിലേക്ക് ഇറക്കി വിടുമ്പം എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് എന്ന് അവർ തന്നെ തീരുമാനിക്കണം. അതാണ് സെൽഫ് ഡയറക്റ്റഡ് എക്സ്പ്ലോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഫ്രോബലിൻ്റെ ഇൻഫ്ലുവൻസ്, ലെഗസിയാണ്.
ഫ്രബലിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രബൽ സംഭാവന ചെയ്തത്? ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഏജ് 3. അപ്പം ഈ 0 മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫ്രബൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കിൻഡർ ഗാർട്ടൻ സിസ്റ്റമാണ്. ആദ്യമായിട്ട് പ്ലേ ബേസ്ഡ് കിൻഡർ ഗാർട്ടൻ കൊണ്ടുവന്നത്, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി മോഡേൺ എഡ്യൂക്കേഷൻ ഇതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള കിൻഡർ ഗാർട്ടൻ കൊണ്ടുവന്നത് ഫ്രബലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നഴ്ച്ചറിങ് ക്രിയേറ്റിവിറ്റി, ഇൻഡിവിജ്വലി ആൻഡ് എ ചൈൽഡ് സെൻറ്റേർഡ് സിസ്റ്റം, ജോയ്ഫുൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ക്ലാസ് റൂമിലൂടെ വേൾഡ് വൈഡ് എക്സ്പീരിയൻസസ് കൊടുക്കുക, ഫ്രബലിൻ്റെ ഗിഫ്റ്റുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയാണ് ഫ്രബലിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.